സംസ്ഥാനത്ത് കാട്ടാനക്കലയിൽ വീണ്ടും മരണം. തൃശൂർ അതിരപ്പള്ളി സ്വദേശി മോഹനനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ കൃഷിയിടത്തിലിറങ്ങിയ ആനയെ തുരത്താൻ പോയപ്പോഴായിരുന്നു ആക്രമണം. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ ആനമല ചാലക്കുടി അന്തർദേശീയപാത ഉപരോധിച്ചു. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചാലക്കുടിയിൽ തിങ്കളാഴ്ച യോഗം ചേരുമെന്നും വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. ഇന്നു പുലർച്ചെ 2:30 അതിദാരുണമായ സംഭവം. വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ കാട്ടാന ഉണ്ടെന്നറിഞ്ഞതിനെ തുടർന്ന് ഇതിനെ തുരത്താനാണ് മോഹനൻ എത്തിയത്. ഇതിനിടെ കാട്ടാന മോഹനന് നേരെ പാഞ്ഞെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും മോഹനന്റെ വീട്ടുവളപ്പിൽ കാട്ടാനയെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. ഇവിടെ അർത്ഥം സാധനമുണ്ട്. എത്ര പാത്രന്മാരെ ശമ്പളം കൊടുക്കുന്ന അറിയുമോ? ഒരു കാര്യം ചെയ്യണ്ട, ഒരു അർത്ഥമില്ല, ഒരു സാധനമില്ല. സർക്കാരിന്റെ കാശ് വെറുതെ കളയുന്നുണ്ട്. കുറെ ഫോറസ്റ്റുകാർ വരും ഓടിക്കാൻ. ആൾക്കാരുടെ വീടിൻ്റെ അടുത്ത് ആനേനെ ഓടിച്ചുവിട്ടു. ഉണ്ടാകുന്ന സ്ഥലം വിടും. ഈ 3-4 ദിവസം മുന്നേ ഉണ്ടായ സംഭവം. 4 ആനേനെ ഓടിച്ചുവിട്ടെ. ഇവിടുന്ന് ഓടിച്ചുകൊണ്ടാ വൈശീനെ ഓടിച്ചു ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കൊണ്ടാക്കി. അവർ ഉണ്ടാകുന്ന സ്ഥലം വിട്ടു. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള ജോലികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. വന്യജീവി ആക്രമണം അവസാനിപ്പിക്കാൻ ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് ആനമല ചാലക്കുടി അന്തർദേശീയപാത നാട്ടുകാർ ഉപരോധിച്ചു. പ്രതിഷേധത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും പങ്കെടുത്തിരുന്നു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുമായി ഫോൺ മുഖാന്തരം നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അവസാനിപ്പിച്ചത്. ഇവിടെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല ആവശ്യം. ഇവിടെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനായിട്ടുള്ള, അവരുടെ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇത് ശാശ്വതമായി പരിഹരിച്ചില്ലെങ്കിൽ ഗുരുതരമായ സമരങ്ങളുമായി ഞങ്ങൾ എല്ലാവരും ഇതിലൊരു രാഷ്ട്രീയമില്ല, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സമരങ്ങളുമായി മുന്നോട്ട് പോകും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്രമകാരിയായ ആനയെ സ്ഥലത്ത് നിന്ന് മാറ്റണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരാഴ്ചയിലെ 3ാമത്തെ മരണമാണ് മോഹനന്റേത്. സംഘടിതമായ പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും വേണമെന്നും എന്നാൽ മാത്രമേ പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നും വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വന്യജീവി ആക്രമണം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നതിന്റെ വിഷയങ്ങളാണ് ഇന്ന് പരിഹാരം കാണുക എന്നുള്ളത്. പരിഹാരം ഉണ്ടാകും. അവരുടെ വിഷയം അഡ്രസ് ചെയ്യാനുള്ള സമയം ഗവൺമെന്റിന് തരണം. അതിനകം മനുഷ്യസഹജമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഇത് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ചാലക്കുടിയിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച യോഗം ചേരും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കും. നട്ടുവളർത്തിയ വിളകൾ സംരക്ഷിക്കാൻ കൃഷിയിടത്തിലേക്കെത്തിയ മോഹനന്റെ ജീവനാണ് കാട്ടാന കവർന്നത്. ഓരോ മരണത്തിനു ശേഷവും വാഗ്ദാനങ്ങളും യോഗങ്ങളും ആവർത്തിക്കപ്പെടുമ്പോഴും അതിരപ്പള്ളിയിലെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഭീതിയോടെയാണ്. ഇനിയൊരു ജീവൻ പൊലിയുന്നതിന് മുൻപ് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്നാണ് ഇവിടുത്തുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിരപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.